ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും കുഞ്ഞും കൂടെ പുറത്തുനിന്ന് ഇറങ്ങി ഒന്ന് ഈവനിങ് വാക്കിന് വേണ്ടി പോവാണ്. ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ ഈ സമയത്തൊക്കെ ഇറങ്ങാറുണ്ട്. ഒരു 5 മണി 5:15 ഒക്കെ ടൈമിൽ ഇറങ്ങാറുണ്ട്. ഇവിടെ ഇപ്പോൾ പകൽ കൂടുതലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു 7 മണിയൊക്കെ കഴിയും ഒരു ഇരുട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട്. അതുവരെയും വെട്ടമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നല്ല സൺലൈറ്റൊക്കെ ഉള്ള സമയമാണ്. നമുക്ക് സൺലൈറ്റ് എന്തുമാത്രം ബെനിഫിഷ്യലാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കൊക്കെ വൈറ്റമിൻ D3 ഭയങ്കര ആവശ്യമാണ്. പുറത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അറിയാമായിരിക്കും. കൂടുതൽ സമയം നമ്മൾ റൂമിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കിങ്ങൊക്കെ നമ്മുടെ മെൻ്റലി ആണെന്നുണ്ടെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും ഉള്ള ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ ഈവനിങ് വാക്കും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് തുടങ്ങിയത്. ഇപ്പോൾ അതിന് മുന്നേ ഞാനങ്ങനെ പുറത്തൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. എസ്പെഷ്യലി കുഞ്ഞായപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സമയമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കാനും അങ്ങനെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഒരു അഡാപ്റ്റീവായിട്ടുണ്ട് അവനിങ്ങനെ കാഴ്ചകളൊക്കെ കാണാനും പുറത്തിറങ്ങാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാനും പുറത്തിറങ്ങി തുടങ്ങിയത്. അപ്പോൾ ആണ് എനിക്കും മനസ്സിലായത് നമ്മുടെ ഈ കുറച്ച് സമയം എന്ന് പറയുന്നത് നമുക്കും കൂടെ കുറേ സന്തോഷം കിട്ടാൻ ഇങ്ങനെയും നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലായത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ. ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്സൊക്കെ ഇപ്പോൾ വന്നതാണ്. അതിനു മുന്നേ നമ്മുടെ റൂമിൽ നിന്നാൽ ബീച്ചും സൺസെറ്റൊക്കെ കാണാമായിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച്. നമുക്ക് റൂമിൽ നിന്നാൽ കാണാൻ പറ്റും. ഇപ്പോൾ ബിൽഡിങ് അവിടെ പണിയുന്നത് കൊണ്ട് അതുവഴി നമുക്ക് ബീച്ചിൽ പോകാൻ പറ്റില്ല. ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം ഒരേ ആർക്കിടെക്ചറാണ്, ഒരുപോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റാറുണ്ട് കേട്ടോ ബിൽഡിങ്സ് തമ്മിൽ. ഞങ്ങളിവിടെ ആദ്യം വരുന്ന സമയത്ത് ഇവിടെ ഫുട്പാത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇപ്പോൾ അവർ നന്നായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. സൗദി അറേബ്യയിലെ ഡ്രീം ഇയർ എന്ന് പറയുന്നത് 2030 2030 ഇവിടെ ഒരുപാട് ഡെവലപ്മെൻറ്റ് വരുമെന്നാണ്. ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് നടക്കുന്നുമുണ്ട് ഇവിടെ. അതിലൊന്നാണ് ഈ റെഡ് സീ പ്രൊജക്റ്റ്. ഇനിയിപ്പോൾ ഇരുട്ടായി തുടങ്ങിയപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. അപ്പോൾ എന്നെപ്പോലെ അമ്മമാരായിട്ടുള്ള നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറും ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.